ആദ്യമായി പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി റാഹേൽ ചെറിയാൻ. ഞാൻ വരുന്നത് ലിറ്റിൽ ഫ്ലവർ ചർച്ച് ആയിരന്തയിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 ഒക്ടോബർ മാസം. അതിനുശേഷം എല്ലാവരും ചെയ്യുന്നതൊക്കെ പോലെ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. വിശ്വസ്തത പാലിക്കാനൊന്നും പറ്റിയില്ല, ഉഴപ്പി. അതിനുശേഷം കോവിഡിൻ്റെ കാലമായിരുന്നല്ലോ, അതുകൂടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മൊത്തത്തിൽ ഉഴപ്പി ഇങ്ങനെ പോവുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 4 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അപ്പം 2023 ജനുവരിയിൽ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കി. പ്രാർത്ഥന ഉണ്ടായിരുന്നു, പക്ഷേ നിയോഗം കുഞ്ഞിന് വേണ്ടി ഞാനങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കത്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വിശ്വാസം കൂടി. ഞാൻ വിചാരിച്ചു പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നന്നായിട്ട് ചെയ്യാം, ആ വഴി അങ്ങ് കുഞ്ഞുണ്ടായിക്കോളും. ഹസ്ബൻഡിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, IVF ഒന്നും വെച്ച് നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, നോർമലായിട്ട് കുഞ്ഞുങ്ങൾ മതി എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് കിട്ടും, ദൈവം തരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വിശ്വസ്തത പുലർത്തി പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നന്നായിട്ട് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ വർഷം ജൂലൈയിൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. ഇതിന് പ്രത്യേകമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതിന് ഒരാഴ്ച മുമ്പ് എനിക്ക് മാതാവിൻ്റെ അത് തിരിച്ചറിവ് തന്നു. അതായത് ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങുമായിരുന്നു, കമിഴ്ന്നഴുത്ത് കിടന്നുറങ്ങിയത്. അപ്പോൾ എന്നോട് ഒരു കൊച്ചു പെൺകുഞ്ഞ് എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് വേദനിക്കുന്നു, നേരെ കിടക്കാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉറക്കത്തിൽ നേരെ കിടന്നു. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അതെ എന്നോടൊരു പെൺകുഞ്ഞ് പറഞ്ഞ് അമ്മയെ നേരെ കിടക്കാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതാണ്. അപ്പം ഞാനും ഓർത്തു, ഓക്കെ ഞാൻ സ്വപ്നം കണ്ടതായിരിക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതിൻ്റെ തലേന്ന് അന്നൊരു മഴയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു കുടുംബ വീടും തൊട്ടടുത്തൊരു വീടും ഉണ്ട്. അപ്പം ഞാൻ 2 കൈയും കൂടെ തലയിൽ വെച്ചുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി. നല്ല സ്പീഡിൽ ഓടി, നമ്മളറിയുന്നില്ലല്ലോ പ്രഗ്നൻ്റാണ്. അപ്പോൾ നല്ല സ്പീഡിൽ ഓടി. അപ്പോൾ നമ്മളോട് ഇങ്ങനെ അമ്മമാരിങ്ങനെ ഒരു ദേഷ്യവും സ്നേഹത്തിൽ പറയത്തില്ലേ, അതുപോലെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്താണ് ഈ കാണിക്കുന്നേ, വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, നീ ഇത് സൂക്ഷിക്കണ്ടേ. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നിട്ട്, എന്നോട് ആരാണ് ഈ പറഞ്ഞത്, വയറ്റിലപ്പോൾ കൊച്ചുണ്ടോ? അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ എന്നോട് ആരോ പറഞ്ഞു. അപ്പോൾ എനിക്ക് ദൈവമാതാവിനെ പോലെ തന്നെയാണ് തോന്നിയത്, അതേ സ്നേഹമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് UPT കിറ്റ് വേണം, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഹസ്ബൻഡ് എന്നെ കളിയാക്കി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, കുറേ നാളായിട്ട് ഞങ്ങൾ ഓരോ മാസം ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നത്, നെഗറ്റീവാണെന്നറിയും സങ്കടം വരും, നെഗറ്റീവാണെന്നറിയും സങ്കടം വരും, ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോസിറ്റീവാണെന്ന് അറിഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രഗ്നൻസി കാലയളവിൽ ബന്ധുക്കളൊക്കെ കാണാൻ വരുമ്പോൾ നമ്മളോട് സ്വാഭാവികമായിട്ട് മുഖത്തൊക്കെ നോക്കിയിട്ട് പറയത്തില്ലേ, ആൺകുഞ്ഞ്. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളിൽ ചിരിക്കും, കാരണം എനിക്ക് ഓൾറെഡി അറിയാം പെൺകുഞ്ഞാന്നുള്ള കാര്യം അറിയാം. കാരണം മാതാവ് നമ്മളോട് പറഞ്ഞല്ലോ, ഒരു പെൺകുഞ്ഞിൻ്റെ സൗണ്ട് ഞാൻ കേട്ടല്ലോ. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഒരു പെൺകുഞ്ഞാന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേദന ഉണ്ടായിരുന്നു അടിവയറ്റിൽ. അങ്ങനെ 4 മാസത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു ബെഡ് റെസ്റ്റ് വേണമെന്ന്. അങ്ങനെ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകാൻ പോലും എഴുന്നേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് കുറച്ച് ബുദ്ധിമുട്ടി ശരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇങ്ങനെ ഹസ്ബൻഡിനെ വിഷമിപ്പിക്കാനൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ജോലി ഭാരമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും, എന്തായാലും എനിക്കിനി പറ്റൂല, 4.5 മാസമാകുമ്പോൾ എനിക്കിനി എൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് എഴുന്നേറ്റേ പറ്റൂ. അങ്ങനെ ഞാൻ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 4.5 മാസമൊക്കെ ആയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഇനിയും കുഴപ്പമില്ല, പതുക്കെ വീട്ടിലൊക്കെ അകത്ത് നടന്നു, പക്ഷേ പുറത്തോട്ടൊന്നും അധികം യാത്രയ്ക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞു. അബോഷനായി പോവും, അതുകൊണ്ട് പുറത്തോട്ട് ഓക്കെ. ഞങ്ങളങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി, മതി അങ്ങനെ അകത്തൊക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഭയങ്കര സന്തോഷം. മാതാവിനോട് പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് ചെയ്യുമായിരുന്നു. അതിനുശേഷം നല്ല രീതിയിൽ പോയി. 8.5 മാസമായപ്പം 7-ാം മാസം സ്കാനിങ് വരെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു. 8.5 മാസം സ്കാനിങ് ആയപ്പോഴേക്കും കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യം പിറ്റേ ദിവസം തന്നെ അഡ്മിറ്റ് ആയേക്കാൻ പറഞ്ഞു. അഡ്മിറ്റായി. അത് കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു, നമുക്കങ്ങ് സിസേറിയൻ ചെയ്തേക്കാം, എനിക്ക് ഷുഗറൊക്കെ ഉണ്ടായിരുന്നു, ചെയ്തേക്കാം, വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സിസേറിയൻ കഴിഞ്ഞു, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, വളർച്ചക്കുറവില്ല. അങ്ങനെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ രണ്ടാമതായിട്ടുള്ളത് കുഞ്ഞിൻ്റെ കാര്യം തന്നെ.
1.5 മാസത്തെ വാക്സിൻ ഉണ്ടല്ലോ നമ്മൾ ആദ്യത്തെ കുഞ്ഞിൻ്റെ, അങ്ങനെ 1.5 മാസത്തെ വാക്സിൻ എടുത്തിട്ട് ഒരു 2 വാക്സിൻ ഉണ്ട്, കാലയിലും കയ്യിലും, അങ്ങനെ 3 വാക്സിനായിരുന്നു ഗവൺമെൻറ്റിലാണ് എടുത്തത്. അപ്പോൾ കാലയിലെടുത്ത ഒരു വാക്സിൻ കല്ലിപ്പുണ്ടായി. സാധാരണ കുഞ്ഞുങ്ങൾക്ക് കല്ലിപ്പൊക്കെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ 2.5ആഴ്ചയായിട്ടും കുഞ്ഞിൻ്റെ കല്ലിപ്പ് മാറിയില്ല. ഡോക്ടറെ കൊണ്ട് കാണിച്ചു. പിന്നെ 3 ആഴ്ചയായിട്ടും മാറുന്നില്ല, നല്ലതായിട്ട് കല്ലിച്ച് തന്നെ നിൽക്കുകയാണ്. പിന്നെ റെഡ്നെസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആകുന്ന പോലെ തന്നെ എനിക്ക് തോന്നി. ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 4 ആഴ്ചയായി, അതായത് 1 മാസമായി, എന്നിട്ടും കുറയുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഏകദേശം 3 സർജന്മാരെ കാണിച്ചു. അപ്പോൾ അവരെ അവസാനം പറയുന്നത്, നോക്കാം, ഇനിയും നമുക്കൊന്ന് ചെറുതായിട്ട് കീറിക്കളയാം, അതല്ലേ നല്ലത്, ഇനി വെച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഒന്നാമതെ കുഞ്ഞിക്കാല് കീറുക എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കൊക്കെ വിഷമമുള്ള കാര്യമാണല്ലോ, അതുപോലെ എനിക്കും ഭയങ്കര സങ്കടമായി. ആ കുഞ്ഞിക്കാലെ നോക്കി എപ്പോഴും ഞാൻ കരച്ചിലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡും ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞങ്ങൾ തൈലം പുരട്ടാൻ തുടങ്ങി. ഞാനോർത്ത് ശരിയാണ്, നമുക്ക് തൈലം ഉണ്ടല്ലോ, നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്. പിന്നെ ഞങ്ങൾ തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയാം, അത് ചൊങ്ങാൻ തുടങ്ങി. ചൊങ്ങി ഞങ്ങളും പിന്നെ മറന്നുപോയി. സത്യത്തിൽ അതങ്ങ് പാടുപോലും ഇല്ലാതെ പോയി. അങ്ങനെ അയ്യാണ്ടി, അതായത് കീറിയൊന്നും ചെയ്യേണ്ട വന്നില്ല. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. അങ്ങനെ ഇത്രയും അനുഗ്രഹം, അത് മാത്രമല്ല, ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. പിന്നെ ആത്മീയതയിൽ നമുക്ക് ഒരുപാട് വളരാം. ഞാൻ പറഞ്ഞില്ലേ, 2019 എല്ലാവരെയും പോലെ തന്നെ ഉഴപ്പി നടന്നൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ എനിക്ക് 2023 തൊട്ട് ഉടമ്പടിയിൽ ഒരുപാട് വിശ്വസ്തതയൊക്കെ പുലർത്താൻ പറ്റി. ബൈബിൾ വായിക്കാൻ പറ്റി, അതൊരു വലിയ കാര്യമാണ്. ഇവിടെ 1/2 മണിക്കൂർ വായിക്കാൻ പറയും, പക്ഷേ എനിക്ക് 1/2 1 2 ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ ഞാൻ വായിക്കും. പിന്നെ വീട്ടിൽ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിരുന്ന് വായിക്കും. ഇപ്പം കുഞ്ഞുള്ളതുകൊണ്ട് കുഞ്ഞിൻ്റെ ജോലിയൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ടും കിട്ടുന്ന സമയമൊക്കെ ഇങ്ങനെ 10 മിനിറ്റ് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ബൈബിൾ ഇങ്ങനെ കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ 3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു, 4ാമത്തേതിൽ തുടങ്ങി, എന്നിട്ട് പകുതിയായി. ഇങ്ങനെ കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം കൊണ്ടുപോയി പള്ളികളിലും ആശുപത്രിയിലൊന്നും ഞാൻ കൊടുക്കില്ല. കാരണം ഒരുപാട് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പിന്നെയും മേടിച്ചവർക്ക് തന്നെ പിന്നെയും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ വീടുകളിൽ പോവും. ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പോൾ കാണുന്നവരെ കൊടുക്കും. പിന്നെ വീടുകളിൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും ഇതിനെപ്പറ്റി. അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും ബിസിയാണ്, പെട്ടെന്ന് മേടിച്ച് കവറിൽ അല്ലെങ്കിൽ കൈ പിടിച്ചുകൊണ്ട് ഒറ്റ പോക്കാൻ പോകും. അപ്പോൾ നമുക്ക് അവരോട് പറയാൻ പോലുമുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ വീടുകളിൽ പോകുമ്പോൾ നമുക്കൊന്ന് നിന്നൊക്കെ പറയാം. പക്ഷെ ഒരുപാട് പേരെ അവഗണനയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുഞ്ഞുണ്ടായി എന്നൊക്കെ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്നോടൊരു പുള്ളി ചോദിച്ചു, എന്നാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കിൻഡർ ഹോസ്പിറ്റലൊക്കെ എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത്രയും പേരെ അവഗണന എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല. പത്രം കൊടുക്കാൻ കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടേ ഉള്ളൂ അങ്ങനെ പറയുമ്പോൾ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ലഞ്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി കറികളൊക്കെ വേണമല്ലോ, വെറുതെ ഒരു പൊതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ പേരിന്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും, അപ്പവും കറിയൊക്കെ ആയിട്ട് കൊടുക്കും. ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് കൊണ്ടുപോയി കൊടുക്കും. രാവിലെ കൊടുക്കും, കാരണം രാവിലെ അവർ വെളുപ്പിനെ ഫുഡ് മേടിക്കുമല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഉണ്ടാക്കിയിട്ട് രാവിലെ അവർ മേടിക്കുന്നതിന് മുമ്പായിട്ട് കൊടുക്കും. 10 പൊതിയൊക്കെയാണ് എന്നെ കൂടി പറ്റുന്ന പോലെ അങ്ങനെ ചെയ്യും. പിന്നെ പറ്റുന്ന പോലെ പണ്ടൊക്കെ രോഗികൾ ഒക്കെ ചോദിക്കുമ്പോഴും നമുക്ക് എന്നാലും ഒരു മടിയാണ്, എന്താ പറയുക, ഭിക്ഷക്കാർ ചോദിക്കുമ്പോൾ പോലും. ഇപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാനുള്ളൊരു സന്മനസ് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഈശോയോട് കൂടുതൽ അടുക്കാൻ പറ്റി. പള്ളിയിൽ പോവും. പണ്ടൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ഒന്ന് ഇച്ചിരി താമസിച്ചാലും നമുക്ക് വലിയ വിഷമമൊന്നുമില്ല. പക്ഷേ ഇപ്പം താമസിച്ചാൽ മനസ്സിൽ ഭയങ്കര കുത്തലാണ്. അയ്യോ താമസിച്ചു ഭയങ്കര വിഷമമാണ് അങ്ങ്. അതുകൊണ്ട് നേരത്തെ പള്ളിയിൽ പോകാനൊരു ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇത്രയും കാരുണ്യം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. ലിജിയുടെ ജീവിതത്തിൽ തങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നത് 4 വർഷത്തോളമായി തങ്ങൾക്ക് മക്കളില്ലാത്ത സാഹചര്യത്തിൽ കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് മറ്റ് മാർഗങ്ങളൊന്നും തേടാതെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിലെടുത്ത ഉടമ്പടിയിലൂടെ മാത്രം തങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ഈ ദമ്പതികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും പിന്നീട് എങ്ങനെയാണ് ആ മകൾക്ക് അമ്മ തന്നെ സ്വരമായിട്ട് ഒക്കെ തന്നോട് സംസാരിക്കുന്നു, ഒരു കുഞ്ഞ് സംസാരിക്കുന്നത് പോലെ
അമ്മയുടെ സ്വരം കേൾക്കുന്നു. തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ട്, ഒരു ജീവൻ്റെ തുടിപ്പുണ്ടെന്നറിയാതെ ഈ മകള് നടക്കുമ്പോൾ അമ്മ ഓർമ്മിപ്പിക്കുകയാണ് പലതും. അങ്ങനെ പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് തന്നെ ലിജി അറിയുന്നത്. അങ്ങനെ തങ്ങൾക്ക് ആരോഗ്യമുള്ള, അതായത് താൻ കേട്ട സ്വരം പോലെ തന്നെ ഒരു പെൺകുഞ്ഞിൻ്റെ സ്വരമാണ് തന്നെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് സംസാരിക്കുന്ന സ്വരം ഈ മകള് ഉറക്കത്തിൽ കേൾക്കുന്നതും, അങ്ങനെ ഒരു പെൺകുഞ്ഞിനെ തന്നെ തനിക്ക് ലഭിച്ചു. കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. കുഞ്ഞിന് പിന്നീട് ഒരു ഇഞ്ചക്ഷനിലൂടെ ഉണ്ടായ അസ്വസ്ഥതകൾ, അതൊക്കെ തൈലം ഉടമ്പടി തൈലം പുരട്ടി അഭിഷേകം ചെയ്യുമ്പോൾ അതൊക്കെ മാറുന്നതും, തനിക്കും തൻ്റെ കുടുംബത്തിനും ഈ കുഞ്ഞ് ലഭിച്ചത് വഴിയായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, താൻ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി അതിരാവിലെ ഫുഡുണ്ടാക്കി കൊടുക്കുവാനുള്ള ആ ഒരു പ്രചോദനം, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനുള്ള തീഷ്ണത, വചന വായന, അത് ഉടമ്പടി നിബന്ധനകളിൽ അതിപ്രധാനമായ നിബന്ധനകൾ നാം പറയുന്ന ഒരു കാര്യത്തിലൊന്നാണ് വചന വായന. അത് ഗ്രഹിച്ചുകൊണ്ടുള്ള ഇഷ്ടത്തോടെയുള്ള വചന വായനയാണ് നാം ചെയ്യേണ്ടത്. അരമണിക്കൂറെന്ന് പറയുമ്പോഴത് 3 മണിക്കൂർ വരെ താൻ ഇഷ്ടത്തോടെ വചനം വായിക്കുന്നു. എപ്പോഴൊക്കെ സമയം കിട്ടിയാൽ അപ്പോഴൊക്കെ താൻ വായിക്കും. അതുകൊണ്ട് തന്നെയാണ് 63-ാം സങ്കീർത്തനത്തിൽ ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഈ ഒരു ദാഹമാണ് ഒരു ദൈവഭക്തനെ, ഒരു ദൈവ പൈതലിനെ തിരുവചനത്തോട് കൂടുതൽ അടുപ്പിക്കുക. വചന വായന എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വായിക്കുകയാണ്. വചനം അറിയുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിയുകയാണ്. അങ്ങനെ ക്രിസ്തു തന്നെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. തങ്ങൾക്ക് കിട്ടിയ കുഞ്ഞുമായിട്ട് ഈ ദമ്പതികൾ അനുഭവങ്ങൾ പങ്കുവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കും സന്തോഷത്തോടെ കരങ്ങളടിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.